ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്ലീവിൽ ചെയ്യാൻ പറ്റുന്ന ബ്ലൗസിൻ്റെ സ്ലീവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം കണ്ട ഡിസൈനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ എൻ്റെ സൂചിയിൽ ബീഡ്സ് വലിയ കാര്യമായിട്ട് കയറാത്ത കാരണം ഞാൻ അത് അവസാനിപ്പിച്ചിട്ട് ഇതാ ഈ ഒരു മോഡലാണ്, സിമ്പിളായിട്ടുള്ള മോഡലാണ് ചെയ്തത്. പിറ്റേ ദിവസം ഒരു കല്യാണമായിരുന്നു, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ, പക്ഷെ എനിക്ക് ചെയ്തത് ഫസ്റ്റത്തെയാണ് ഇഷ്ടമായത്. നമ്മളിതാ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ തെറ്റത്ത് കൂടെ അതുപോലെ ഗമ്മ് ഇതാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഏകദേശം വേണ്ടി വന്നുള്ളൂ എനിക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ആ ചെയിനിൽ സ്റ്റോൺ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടില്ല, ഇതാ ഇതുപോലെ ഒരു മിനിമം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ഈ ഒരു ടൈപ്പ് ഷുഗർ ബീഡിൽ, ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ് നമ്മളുടെ ആ ഒരു ഏറ്റവും അടിഭാഗത്തെ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതാ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്. രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ ഏറ്റവും മേലെ ഒരു ഷുഗർ ബീഡ് കൂടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡായിട്ട് നമ്മൾ ഒരു ചെറിയ ടൈപ്പ് ആൻറ്റിക്കിൻ്റെ കളർ തന്നെ സ്വീക്വൻസാണ് വെക്കണത് കേട്ടോ. ഇത് പതിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒന്ന് സൂചി കൊണ്ട് ഇതാക്കുന്നുണ്ട്. ഇനി ആ ഒരു മേലത്തെ സീക്വൻസ് കൊടുത്തില്ലേ, അല്ലേ, മേലത്തെ ആ അതിൻ്റെ മേലെ ഒരു സീക്വൻസ് കൂടി കൊടുക്കണം കേട്ടോ.